Last classes we discussed about different derivative of acids, their reactions, etc. Now we want to study ascent and descent in the carboxylic acid series. Ascent means next higher member എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. Descent means next lower member. So first we can check conversion of carboxylic acid into next higher homologue, that is ascent in the series. ആദ്യം ഒരാളെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ഒരു കാർബൺ കൂടിയ കാർബോക്സിലിക് ആസിഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് നമ്മൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് RCOOH. ഇതാണ് നമ്മളെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് അല്ലേ. ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം? RCH2COH, നെക്സ്റ്റ് ഹയർ മെമ്പറാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത് RCOOHനെ ആൾഡിഹൈഡ് ആക്കുക, ആൾഡിഹൈഡിനെ ആൽക്കഹോൾ ആക്കുക, RCH2OH ആക്കുക, എന്നിട്ട് അതിലേക്ക് ആൽക്കൈലേഷൻ നടത്തിയിട്ടൊരു ആൽക്കൈൽ ബ്രോമിൻ ഡെറിവേറ്റ് ബ്രോമിനോ ക്ലോറിനോ ആക്കുക, എന്നിട്ട് സയനോ ഗ്രൂപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ അതായത് നെക്സ്റ്റ് ഹയർ മെമ്പർ ആക്കാനെങ്കിൽ ഒരു കാര്യം വേണം, ഒരു കാർബൺ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ സയനോ ഗ്രൂപ്പിനെ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുക. അപ്പോൾ പൊട്ടാസ്യം സയനൈഡ്, അപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ പൊട്ടാസ്യം സയനൈഡുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ CH2CN കിട്ടും, ഹൈഡ്രോളൈസ് ചെയ്യുക. ദെൻ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡിനെയാണ് നമുക്ക് പെട്ടെന്ന് ACN ആക്കാൻ പറ്റുക കേട്ടോ. അതിന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മഗ്നീഷ്യം ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്താലും നമുക്ക് സെയിം തന്നെ കിട്ടും. നമുക്ക് നോക്കി നോക്കാം. RCOH ഇതിനെ നമുക്ക് ആൾഡിഹൈഡ് ആക്കണം അല്ലേ. അതിന് നമ്മൾ ആദ്യം കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതായത് ആസിഡ് ബേസ്. അപ്പോൾ എന്താ കിട്ടുക? നമുക്ക് കാൽസ്യം സാൾട്ട് ഓഫ് ദി കറസ്പോണ്ടിങ് ആസിഡാണ് കിട്ടുക അല്ലേ. നമുക്ക് എന്താ കിട്ടുക? RCOONaOH ആണെങ്കിൽ COONa ആയിരുന്നു. ഇത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കൊണ്ട് ബൈവാലൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതണം, CO ട്വൈസ് CA വന്നു. ഓക്കെ, ദെൻ അതിനെ നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുക. we want to distill it, that is with the അസറ്റൈൽ ഫോർമേറ്റ്, കാൽസ്യം ഫോർമേറ്റ് വെച്ചിട്ടാണ് ഡിസ്റ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും ആൾഡിഹൈഡ്, RCHO ആൾഡിഹൈഡ് കിട്ടി. മനസ്സിലായോ? ആസിഡ് അതിൻ്റെ സോൾട്ട് ഉണ്ടാക്കി ഡിസ്റ്റിൽ ചെയ്താൽ RCHO കിട്ടി. ഇനി നമ്മളിതിനെ ആൽക്കഹോളാക്കി മാറ്റണം. എന്ത് ചെയ്താൽ മതി? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ അല്ലെങ്കിൽ സോഡിയം ബോറോ ഹൈഡ്രൈഡ് എടുക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഹൈഡ്രലൈസ് ചെയ്താൽ മതി. CHO ആൾഡിഹൈഡ് എന്തായി മാറും? RCH2OH ആയി മാറും. RCH2OH. ഓക്കെ, so acid is converted into alcohol, RCH2OH ആക്കി. ഓക്കെ, ഇനി നമ്മൾ RCH2 ആൽക്കഹോൾ ഈ OHൻ്റെ അവിടെ നമ്മൾ CNനെ കൊണ്ടുവരണം. അപ്പോൾ ബ്രോമൈഡ്സ്, ആൽക്കൈൽ ഹാലൈഡ്സ് ആണെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ OHനെ മാറ്റിയിട്ട് അവിടെ ബ്രോമിൻ കൊണ്ടുവരണം അല്ലേ. അതിനെന്ത് ചെയ്താൽ മതി? റെഡ് ഫോസ്ഫറസ് ഇൻ പ്രസൻസ് ഓഫ് ബ്രോമിൻ, ബ്രോമിനേഷൻ ചെയ്യുക. എന്താ കിട്ടുക നമുക്ക്? RCH2Br, ബ്രോമിൻ അവിടെ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രോമിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി? പൊട്ടാസ്യം സയനൈഡുമായിട്ട് ആഡ് ചെയ്താൽ ബ്രോമിൻ മാറിയിട്ട് അവിടെ CN വരും, RCH2CN. CN വന്ന് എന്ത് ചെയ്താൽ മതി? ഹൈഡ്രോളൈസ് ചെയ്യുക, H3O + RCH2COOH. So RCOH is converted into RCH2COH, നെക്സ്റ്റ് ഹയർ മെമ്പറിലേക്ക് എത്തി അല്ലേ. ഇങ്ങനെ ചിന്തിക്കുക, കാർബണാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. കാർബൺ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സൈനോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സൈനോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബ്രോമിനേഷൻ നടത്തണം. ബ്രോമിനേഷൻ നടത്തുക ആൽക്കഹോളിലാണ് ഈസി ആയിട്ട് നടത്താൻ പറ്റുക. ആൽക്കഹോൾ ആക്കണമെങ്കിൽ ആൾഡിഹൈഡ് ആക്കണം, ആൾഡിഹൈഡ് ആക്കണമെങ്കിൽ സോൾട്ടിനെ ഡിസ്റ്റിൽ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് അബൌട്ട് കൺവേർഷൻ ഓഫ് RCOOH ഇൻറ്റു RCH2COOH. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ റിയാക്ഷൻ നമുക്ക് പൊട്ടാസ്യം സയനൈഡ് അല്ലാതെ വേറെ രീതിയിൽ നടത്താം. അതാണ് നമ്മൾ പഠിച്ച ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, RCH2Br. നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, ആ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്താണ്? RMgX ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? RCH2MgBr ആയി മാറും. അതിനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ RCH2COOMgBr ആവും. ഹൈഡ്രലൈസ് ചെയ്താൽ RCH2COOH ആയി മാറും. ഓക്കെ, അങ്ങനെ COHനെ CH2. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്പ് ഒരേപോലെയാണ്. ദെൻ ഒന്നില്ലെങ്കിൽ സയനോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹൈഡ്രോളൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ നെക്സ്റ്റ് ഹയർ മെമ്പർ.
next is conversion of a carboxylic acid into next lower homologue in the series, descent in the series. അതായത് CO ഒരു കാർബണിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഒരു കാർബൺ ആ CH2COH എന്താക്കി മാറ്റുക, അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പ്. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് RCH2COOH. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഡിസെൻഡ് ചെയ്യുക പറഞ്ഞു വെച്ചാൽ മറ്റടുത്ത് കാർബൺ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു, ഇവിടെ കാർബണിനെ കുറയ്ക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് ഏറ്റവും നല്ലത്. അതിനെന്താ നല്ലത്, അമോണിയായിട്ട് റിയാക്ട് ചെയ്തിട്ട് അമോണിയം സോൾട്ട് ഉണ്ടാക്കുക. രണ്ടും സോൾട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഈ കേസിലും ആദ്യം സോൾട്ട് ഉണ്ടാക്കുക. RCH2COONH4 അല്ലേ, അമോണിയം സോൾട്ട് ഉണ്ടാക്കി. ആ അമോണിയം സോൾട്ടിനെ ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് അമൈഡായിട്ട് മാറും അല്ലേ, RCH2CONH2 അമൈഡായി മാറ്റിയതിന്. ദെൻ അമൈഡിന്ന് ഇനി ഒരു കാർബൺ കളയാനുള്ള എളുപ്പം അമീനാക്കി മാറ്റുക. അമൈഡിനെ എങ്ങനെ അമീനാക്കി മാറ്റാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ, ദാറ്റ് ഈസ് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് KOH. അപ്പോൾ CH2CONH2 എന്തായി മാറും, RCH2NH2 പ്രൈമറി അമീനായി മാറി. അപ്പോൾ നമ്മൾ ഈ COAയും കളഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി, CH2NH2നെ നമ്മൾ നേരത്തെ പോലെ ആൽക്കഹോളാക്കി മാറ്റുക. അതിന് നമ്മൾ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പഠിച്ചു നൈട്രസ് ആസിഡ് HNO2 റിയാക്ട് ചെയ്താൽ RCH2OH വന്നു. ഇനി ആൽക്കഹോൾ എന്ത് ചെയ്താൽ മതി, ഓക്സിഡൈസ് ചെയ്താൽ മതി അല്ലേ, വിത്ത് KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസ് ചെയ്താൽ RCOOH ആയി മാറും. CH2OH will converted to RCOOH. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസെൻഡ് ചെയ്തു. CH2COHനെ COOH ആയി. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ കളയണം. അപ്പോൾ ഇവിടെയും സോൾട്ടാക്കുക ചെയ്ത് ഇവിടെയും നമ്മൾ അമോണിയം സോൾട്ടാക്കി മാറ്റി ഹീറ്റ് ചെയ്തപ്പോൾ ദാറ്റ് വിൽ കൺവേർട്ടഡ് ടു അമൈഡായി. അമൈഡിൽ നിന്ന് അമീനാക്കണമെങ്കിൽ ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷനാണ് ഇവിടെ കേട്ടോ. അമീനാക്കി, അമീനെ നൈട്രസ് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ ആൽക്കഹോളായി, ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്തപ്പോൾ COOH ആയി. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. COOHനെ CH2COH ആക്കുന്നതും CH2COHനെ COOH ആയിട്ട് മാറ്റുന്നതും. ഓക്കെ, R എന്നുള്ള ഗ്രൂപ്പ് ഏതാണെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഒന്നോ രണ്ടോ എക്സാമ്പിൾ ചെയ്ത് നോക്കൂ. Moving towards the last topic, relative acidities of alcohols, phenols, carboxylic acids and sulfonic acid. So first we can check the alcohols and their acidity. Alcohols means ROH. Okay. Then acidity പറഞ്ഞു വെച്ചാൽ H+ റിലീസ് ചെയ്യാനുള്ള എബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക ROH. So R group having electron donating inductive effect, +I effect ആണുള്ളത് അല്ലേ. സോ ഇതൊരു പോളാർ ബോണ്ടാണ്, ഡെൽറ്റ മൈനസ് ഡെൽറ്റ പ്ലസ്. സോ when there is presence of this alkyl group will donate electrons through +I effect. So ഈ ഓക്സിജൻ്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഇവിടെ കുറയും അല്ലേ. സോ ദർ ഇസ് നോ നീഡ് ഓഫ് H+ ആയി പോകേണ്ട ആവശ്യമില്ല. ഓക്സിജൻ എത്രത്തോളം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവുന്നു അപ്പോൾ അത്രയും പെട്ടെന്ന് ഈ Hനെ H+ ആക്കി വിടും. So that due to that reason it is less acidic. ഓൺലി ഒരു വീക്ക് ആസിഡാണിത്, മനസ്സിലായോ. സോ നമ്മൾ ആദ്യം പ്രോഡക്റ്റിനെ എടുത്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുക. ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഓക്സിജനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുക ചെയ്യുന്നത്. സോ ദർ ഈസ് നോ നീഡ് ഓഫ് റിലീസ് ഓഫ് ജസ്റ്റ് H+, സോ ദാറ്റ് ദ പ്രോട്ടോൺ റിലീസ് ബിക്കം മോർ ഡിഫിക്കൽട്ട്. സോ ഇതിൻ്റെ പൊളാരിറ്റി ഇവിടെ കുറയുക ചെയ്യുന്നത്, ഡിഫിക്കൽട്ട് ഫോർ ദ സെപ്പറേഷൻ ആസ് H+. ഇനി നമുക്ക് പ്രോഡക്റ്റിനൊന്ന് നോക്കി നോക്കുക, അത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അല്ലേ. സോ കൺസിഡർ ദ ഡിസോസിയേഷൻ ഇൻ വാട്ടർ RO- + H3O+. നമ്മളെപ്പോഴും പറയാറുണ്ട് പ്രോഡക്റ്റ് സ്റ്റേബിൾ ആണെങ്കിലും അത് അങ്ങോട്ടേക്ക് നടക്കാം അല്ലേ, റിയാക്ഷൻ നടക്കാം. നമ്മൾ നോക്കുക ആരാണ് പ്രോഡക്റ്റ്, ആൽക്കോക്സൈഡ് അയോൺ O-, നെഗറ്റീവ് ചാർജുള്ള ഓക്സിജൻ സ്റ്റേബിളാണ്. ബട്ട് R ഗ്രൂപ്പ് ഹാവിങ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്, അപ്പോൾ ഓക്സിജനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുക ചെയ്യുന്നത്, വളരെയധികം കൂടുമ്പോൾ ഈ നെഗറ്റീവ് ആൾറെഡി ചാർജുള്ള സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിളാണ്. അപ്പോൾ ഓൾറെഡി ഇതിലേക്ക് വീണ്ടും ചാർജ് വരുമ്പോൾ സ്റ്റേബിൾ. അപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു സ്റ്റെബിലൈസിങ് ഫാക്ടറോ റെസൊണൻസോ ഒന്നുമില്ല. അപ്പോൾ ആൽക്കോക്സൈഡ്
So the product is not stable and the product is not stabilized by resonance, and there is no resonance to facilitate the release of H plus in the case of reactant. ഒരു ഫാക്ടറും ഇതിൻ്റെ റിലീസിനെ എൻകറേജ് ചെയ്യുന്നില്ല, അതുപോലെ ഉണ്ടായ പ്രോഡക്റ്റും സ്റ്റേബിൾ അല്ല. സോ ഇറ്റ് ഈസ് എ വീക്ക് ആസിഡ്. സോ ആൽക്കഹോൾസ് എന്ന് പറയുന്നത് വീക്ക് ആസിഡാണ്. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ഫിനോൾ. അപ്പോൾ ആൽക്കഹോളിൻ്റെ കാര്യം കഴിഞ്ഞ് ഫിനോൾസ്. C6H5OH. ഓക്കെ, അതിൻ്റെ ഹൈഡ്രോളിസിസിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. C6H5O- പ്ലസ് S3O+. ഇനി നോക്കൂ, ആദ്യം പ്രോഡക്റ്റിൻ്റെ കേസ് നോക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് C6H5OH? ഇതാണ് ഓക്സിജൻ. ഓക്സിജനിൽ ലോൺ പെയേഴ്സ് ഉണ്ട്. സോ ദർ ഈസ് റെസൊണൻസ് നടക്കാം. ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സോ വി ക്യാൻ ഹാവ് ഡബിൾ ബോണ്ട് OH വരും, ഇവിടെ പ്ലസ് ചാർജ് വരും, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മൈനസ് ചാർജ്. ആൻഡ് ഹിയർ വി ഹാവ് ദ അതർ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ഡബിൾ ബോണ്ട് OH പ്ലസ് ഹിയർ ബോണ്ട് ഫോം ചെയ്യും അല്ലേ, ഇതിങ്ങോട്ടേക്ക് വരും, ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ബോണ്ട് ഫോം ചെയ്തു, നെഗറ്റീവ് ചാർജ്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിങ്ങോട്ടേക്ക് പോരും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ that is double bond O plus H, and here we have the bonds and minus. At last ഇത് വന്ന് ഇങ്ങോട്ടേക്ക് അല്ലേ. സോ ഇവിടെ നോക്കൂ, റെസൊണൻസ് ഉണ്ടാവുന്നു. അപ്പോൾ എല്ലാ റെസൊനൻറ്റും ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഡ്യൂ ടു ദിസ് റെസൊണൻസ് ദർ ഈസ് പോസിറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് റിലീസ് ഓഫ് ഹൈഡ്രജൻ. അങ്ങനെ ഒരു ഈ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരുന്നത് കാരണം ഓക്സിജനിലൊരു പോസിറ്റീവ് ചാർജ് വരുന്നു. അതുകൊണ്ട് അത് H-നെ H+ ആയി പോകാനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രോഡക്റ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, റിയാക്റ്റൻറ്റിൻ്റെ കേസ് എടുത്തപ്പോൾ, സോ റിയാക്റ്റൻറ്റ് ഓൾവേസ് ഇൻ എ മൂഡ് to donate H+. Why? In the resonating structures there is positive charge on oxygen. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനെ ഇത് വലിക്കും അല്ലേ. അപ്പോൾ H നേരെ H+ ആയിട്ട് റിലീസ് ചെയ്യും. So when we check the reactant, due to these resonating structures there is positive charge on oxygen and it facilitates the release of H as H+. Next we can check the product is phenoxide ion, and you know this phenoxide ion also having this resonance stabilization. phenoxide ion ഈ resonance structures വെച്ച് stabilize ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ phenoxide ion is more stable. So due to these two factors it facilitates the release of H+. അപ്പോൾ നമുക്ക് തോന്നും ഇതും ഓൾറെഡി സ്റ്റേബിൾ അല്ലേ, പക്ഷേ ഈ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിൽ പ്ലസ് മൈനസ് ചാർജ് സെപ്പറേഷൻ ഉണ്ടല്ലേ. ചാർജ് സെപ്പറേഷൻ വരുമ്പോൾ അൺസ്റ്റെബിലിറ്റി കുറയുക ചെയ്യുക. അപ്പോൾ എപ്പോഴും ഇങ്ങോട്ടേക്ക്, ഇതാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്, എപ്പോഴും ഇങ്ങോട്ടേക്ക് നടക്കും. ദെൻ ഈ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടായതുകൊണ്ട് അത് H+ ആയി പോകാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് കാരണമാണ് റിലീസ് കൂടുന്നത്. ഈ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഒന്നും അത്ര സ്റ്റേബിൾ അല്ല, പകരം ഇതെല്ലാം സ്റ്റേബിൾ ആണ്, കാരണം ചാർജ് സെപ്പറേഷൻ വരുന്നില്ല അല്ലേ ഇത്. സോ ഇത് ഫിനോളിനേക്കാൾ മോർ സ്റ്റേബിൾ ആണ് ഫിനോക്സൈഡ് അയോൺ. സോ ദാറ്റ് ഇസ് സോ നമുക്കിപ്പോൾ മനസ്സിലായി ഫിനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾസിനേക്കാൾ മോർ സ്റ്റേബിൾ ആണ് ഫിനോൾ. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ദ carboxylic acid RCOOH that release RCO minus S3O plus അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് വി ക്യാൻ ചെക്ക് ദ റിയാക്റ്റൻറ്റ് RCOH. നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ്. റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരുമ്പോൾ ഓക്കെ പോസിറ്റീവ് ചാർജ് വരും. സോ ഈസി റിലീസ് ഓഫ് H+. അതുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡ് അസിഡിറ്റി കാണിക്കുന്നത്. നമ്മളിങ്ങനെ പ്രോഡക്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊനൻസ്. അപ്പോൾ രണ്ടും റിയാക്റ്റൻറ്റും ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്, ഉണ്ടാവുന്ന പ്രോഡക്റ്റും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് കാർബോക്സിലിക് ആസിഡ്സ് ആർ സ്ട്രോങ് ആസിഡ്സ് ആണ്. ദെൻ ഇതാണ് സ്റ്റേബിൾ. ഇവിടെ ചാർജ് സെപ്പറേഷൻ വന്നത് കാരണം ഇതിനേക്കാൾ സ്റ്റെബിലിറ്റി ഈ റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ പ്രോഡക്റ്റ് മോർ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ആ റിയാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. സോ കാർബോക്സിലിക് ആസിഡ്സ് ആർ സ്ട്രോങ്. ഈ കാർബോക്സിലിക് ആസിഡും ഫിനോളും നമ്മൾ നോക്കാം. ഫിനോൾ നമുക്കറിയാം ഇത്രയും റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ബട്ട് ദ നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ ഈസ് ഓൺലി ഓൺ വൺ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. ഇതിൽ മാത്രമാണ്, ബാക്കി എല്ലാ കേസിലും നെഗറ്റീവ് ചാർജ് കാർബണിലാണ് കിടക്കുന്നത് അല്ലേ. ബട്ട് ഹിയർ ദ നെഗറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ 2 oxygen atom. So that's reason carboxylic acids are stronger acids than phenol. Next we can check sulfonic acid RSO3H, RSO3 minus
H3O plus. This RSO3 minus is stabilized by this type of resonance. നോക്കൂ ഓക്സിജൻ ആറ്റത്തിൽ ഇങ്ങനെ അപ്പോൾ 3 ഓക്സിജനിലും നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ സൾഫോണിക് ആസിഡ് ഈസ് ഓൾസോ സ്റ്റെബിലൈസ്ഡ് ബൈ ഈ അയോൺ ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്, സോ ഇറ്റ് ഈസ് ഹൈലി അസിഡിക്. നെക്സ്റ്റ് വി വോണ്ട് ടു ചെക്ക് വിത്ത് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിൽ 2 ഓക്സിജനിലാണ് വരുന്ന നെഗറ്റീവ് ചാർജ്, ഇവിടെ 3 ഓക്സിജനിൽ നെഗറ്റീവ് ചാർജ് വന്ന് സ്റ്റെബിലൈസേഷൻ ഉണ്ട് അല്ലേ. സോ സൾഫോണിക് ആസിഡ്സ് ആർ മോർ സ്ട്രോങ്ങർ ദാൻ carboxylic acids than phenol than alcohols. So that's about the acidity. ശ്രദ്ധിക്കണം കേട്ടോ, alcohol, phenol, carboxylic acid and sulfonic acids, their stability.